ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മക്കളെയൊക്കെ മദ്രസയിൽ കൊണ്ടാക്കി വന്നിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഇന്നലെ ചെടി നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചെടി നനയ്ക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലാണല്ലോ, അപ്പോൾ ഒരു ദിവസം തന്നെ നനയ്ക്കാതിരുന്നാൽ ഇപ്പോൾ ചെടിയൊക്കെ ആകെ തളർന്നു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നരാടനെങ്കിലും നിർബന്ധമായിട്ടും നനയ്ക്കണം. അങ്ങനെ വേഗം ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. പിന്നെ അതിനിടയിൽ വണ്ടിയും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ടാൽ നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ അങ്ങനെ ആ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ ഇപ്പോൾ നല്ല പൊടിയാണ് വണ്ടിയിലൊക്കെ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി ചെടിയും കൂടെ നനച്ചതിന് ശേഷം വേഗം കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് അതിനുള്ള പരിപാടികൾ നോക്കട്ടെ. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമായിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഞാനിതാ ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ തീയൊക്കെ തട്ടിയിട്ട് അതിൻ്റെ സൈഡ് രണ്ട് കോളം അങ്ങനെ ഉരുകിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ വേഗം തന്നെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് വഴുതന ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത്, വലിയ ജീരകം, ഉപ്പ്, കുറച്ച് അരിപ്പൊടി, പിന്നെ കറിവേപ്പില, ഇത്രയും ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ഈ ഒരു മിക്സിലിട്ടിട്ട് നല്ലോണം മസാല പുരട്ടി വെക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ ഏതാ വഴുതനയിലൊക്കെ മസാല പുരട്ടി വെക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അരി കഴുകിയിടുകയാണ്. അങ്ങനെ അരിയൊക്കെ തിളച്ച് വന്ന സമയത്ത് ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ 2 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ 2 ദിവസത്തേക്കുള്ള കറി ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങനെ ബിസി ഡേയിലൊക്കെ നമുക്കിതുപോലൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കറി വൈകുന്നേരം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കരുത്. രാവിലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു അടപ്പുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ സിമ്പിളായിട്ടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയും. അതുപോലെ കട്ട് ചെയ്ത് വെക്കാനുള്ളത് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വെക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പൂരി പൊരിക്കാനുള്ളതും അതുപോലെ വഴുതന ഫ്രൈ ചെയ്യാനുള്ള പാത്രവും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു വഴുതന ഇട്ട് കൊടുക്കുക.
അങ്ങനെ ഇതാ പൂരി ഉണ്ടാക്കാനുള്ള ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതുപോലെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ പൂരി പരത്തിയെടുക്കൽ. അങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെ വേഗം തന്നെ ബാക്കിയുള്ള പൂരിയും കൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ കിച്ചണിലെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം മക്കളെ ഈ ഒരു അൽമാരയിൽ നിന്ന് മക്കൾ മദ്രസിലൊക്കെ പോകാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് എടുത്തിടും കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് വീണ് പോവും. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വെക്കലാണ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് മടക്കാനുള്ളതൊക്കെ ഇതൊന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദ്രസിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് കുളിച്ചിട്ടാണ് കേട്ടോ പോകൽ. ആ സമയത്ത് അവർ അയച്ചിട്ട ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ അലക്കാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അടിച്ചു വാരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. സനിമോന് സ്കൂളിലേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ സ്കൂളിൽ. അതേപോലെ കുട്ടിയൊക്കെ ആൻസർ ഷീറ്റ് കൊടുക്കുന്ന ദിവസമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണെന്ന്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നിട്ടാണ്. ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും സാരി ഉടുക്കുക, പേരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഒപ്പിച്ചതാണ് കേട്ടോ സാരി. അങ്ങനെ പിന്നെ വേഗം സ്കൂളിലേക്ക് പോട്ടെ. എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ സ്കൂളിലൊക്കെ എത്തി. പിന്നെ രജിസ്റ്ററിലൊക്കെ സൈൻ ചെയ്തു. പിന്നെ രജിസ്റ്ററൊക്കെ എടുത്ത് ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ മക്കൾ ജസ്റ്റ് എനിക്ക് പാട്ട് പാടിത്തരും കേട്ടോ. അപ്പോൾ ഇവർ ഞാൻ ക്ലാസ്സിലെത്തിയാൽ എന്തെങ്കിലും കഥ ചില മക്കൾക്കൊക്കെ പറഞ്ഞു തരാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടങ്ങനെ വന്നു. അങ്ങനെ പിന്നെ കുറച്ച് നോട്ട്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ജസ്റ്റ് മക്കൾക്ക് എഴുതാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അത് എഴുതാനുള്ളതൊക്കെ അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആൻസർ ഷീറ്റൊക്കെ ഇതാ അവിടെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പേരൻറ്റ്സ് മീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ മക്കളെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ ചെറിയൊരു അവർക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്വീറ്റ് ഇതേപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞാനിതാ സ്വീറ്റൊക്കെ വെച്ചിട്ട് പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഫയലിലേക്ക് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാരൻസൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അവർ വരുന്ന സമയത്ത് ഓരോ പേപ്പർ അവർക്ക് എടുത്തു കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫയലിലേക്കാക്കി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മോനിതാ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ കമ്പ്യൂട്ടർ ലാബാണിത്. ഞാൻ ജസ്റ്റ് അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ പേരൻസ് മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബായ്, അസ്സലാമു അലൈക്കും.